കഴിഞ്ഞുപോയ യാത്രകളിലേക്ക് കൺചിമ്മുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു സന്തോഷമില്ലേ? കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങൾ നടത്തിയ ഒരു ലോങ് ജേണിയാണിത്. ഹൈ റേഞ്ചിൻ്റെ ഒരറ്റമായ കുമളിയാണ് എൻ്റെ ഹോം ടൗൺ. ആ ഹോം ടൗണിൽ നിന്ന് ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ കടന്നു കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലെത്തി. പുണ്യാള ഞങ്ങളെ കാത്തോളണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹോം ടൗണായ കുമളി നല്ല മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുന്ന സമയമാണ് കേട്ടോ. ഏകദേശം ഒരു 6 മണി ആയതേ ഉള്ളൂ. ഈ സമയത്ത് നമ്മുടെ കുമളി ടൗണിലൂടെ കടന്നു പോവുകയാണ്. ഈ കടന്നു പോകുന്ന ഇടയിലെല്ലാം നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നത് മൊത്തം തമിഴ്നാട് വണ്ടികളാണ്. ഇത്രയും തമിഴ്നാട് വണ്ടി കേരളത്തെ വിസിറ്റ് ചെയ്യുന്ന ഒരു സമയം വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഈ വരുന്ന വണ്ടികളിൽ എല്ലാം സ്വാമിമാരാണ് അയ്യപ്പനെ കാണാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ച് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും പോകുന്ന വണ്ടികളുടെ തിരക്കാണ്. കുമളി ഈ സമയം എല്ലാം ഇതുപോലെ നല്ല തിരക്കുള്ള സമയമാണ്. കുമളി നിറയെ ചിപ്സ് കടകളും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ യാത്രകൾക്ക് ശേഷം ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞതായി നമ്മൾ തമിഴ്നാട്ടിലെത്തി. ഇനി നല്ല സ്ട്രെയിറ്റ് റോഡാണ്. ഔട്ട്ഡോർ പിടിച്ച് നമ്മൾ നേരെ ഏകദേശം ഒരു 4 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മധുരൈ ദ ടൗൺ ഓഫ് ടെമ്പിൾസിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ മധുരയിൽ കണ്ട ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. ഇവിടെ ഭയങ്കര തിരക്കും ഒരുപാട് ടൂറിസ്റ്റുകൾ കയറി ഇറങ്ങി പോകുന്ന ഒരു സമയം കൂടിയാണ്. അവിടെ കണ്ട കുറച്ച് മീനുകളാണ് നമ്മുടെ കോയിക്കാർപ്പും പിന്നെ അല്ലറ ചില്ലറ വേറെ ആൾക്കാരുടെ പേരൊന്നും എനിക്കറിയില്ല. എന്നാൽ അവിടെ കയറി നന്നായിട്ട് കഴിക്കാനുള്ള വിശപ്പ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്തു. നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ വിസിറ്റ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എവിടെയാണ്? നിങ്ങൾ തമിഴ്നാടുമായിട്ട് ബോർഡറിൻ്റെ അടുത്താണോ? അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഫുഡിൻ്റെ കാര്യമല്ലേ? അപ്പം ഫുഡിൻ്റെ കാര്യം പറഞ്ഞാലോ? അപ്പം ഞങ്ങൾ കഴിക്കാനായിട്ട് പല സാധനങ്ങൾ ഓർഡർ ചെയ്തു. മസാല ദോശ ഓർഡർ ചെയ്തു, പൂരി ഓർഡർ ചെയ്തു, ഇഡ്ഡലി ഓർഡർ ചെയ്തു, പൊങ്കൽ ഓർഡർ ചെയ്തു. തമിഴ്നാടിൻ്റെ വെറൈറ്റി ഫുഡ്സിന് അതിൻ്റേതായ ടേസ്റ്റുകളുണ്ട്. അത് തമിഴ്നാട്ടിൽ തന്നെ പോയി കഴിക്കണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനിയൊരു കാപ്പി ആയാലോ? അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഈ ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ ടെമ്പിൾ സിറ്റി എന്ന് തന്നെയാണ്. മധുരയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചുറ്റും തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ വഴികളും ഉണ്ട്. ഷോപ്പിങ്ങിനായി കുറേ ഷോപ്പുകളും അതുപോലെ തന്നെ പിള്ളേരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന കാറുകളും കാര്യങ്ങളും ഒക്കെ. അപ്പം മാത്തപ്പൻ വെറുതെ വിടുവോ? അവൻ അത് കയറി ഓടിക്കണം. ഇത് ഓടിക്കുന്ന കണ്ടാൽ അവനാണെന്ന് തോന്നും, എന്നാൽ അവനല്ല. ആ ചേട്ടൻ്റെ കയ്യിലാണ് റിമോട്ട് ഇരിക്കുന്നത്. ആ ചേട്ടൻ കൺട്രോൾ ചെയ്ത് അവൻ അതേ കയറി ഇരുന്ന് പോസ് കൊടുക്കുന്നേ ഉള്ളൂ. അവന് തന്നെ ഓടിക്കണമെന്നായിരുന്നു ആഗ്രഹം. നമുക്ക് കുറച്ച് സമയമുള്ളത് കൊണ്ട് നമ്മുടെ ഈ യാത്ര നീണ്ട ഒരു യാത്രയായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം അവൻ ഓടിക്കാൻ കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ യാത്ര വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. തുടങ്ങിയ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ തുടങ്ങിയ യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചാച്ചയും ആബിനും ചേട്ടായിയും ഒക്കെ മാറി മാറി അങ്ങനെ വണ്ടി ഓടിക്കുന്നു. നീണ്ടു നിവർന്ന് കിടക്കുന്ന തമിഴ്നാടിൻ്റെ വഴികളിലൂടെ. ഈ വഴി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയായിരിക്കാം. അതോടൊപ്പം തന്നെ ഇവരുടെ മെയിൻ്റെനൻസും. അടിപൊളി റോഡാണ്. നല്ല സ്ട്രെയിറ്റ് ഹൈവേ പോലെ കിടക്കുന്നു. ഇതിൽ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ വണ്ടിയും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നല്ല സ്പീഡിൽ പോകുന്ന വണ്ടി ഒരു ട്രാക്കിലും, ഇച്ചിരി സ്പീഡ് കുറഞ്ഞവർ തൊട്ടടുത്ത ട്രാക്കിലും ഡബിൾ ട്രാക്കായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ടോൾ പ്ലാസകളും. അങ്ങനെ നമ്മുടെ യാത്രയിൽ കൂടുന്നവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത കാഴ്ചകളുമായി കാണുന്നത് വരെ താങ്ക് യു.